പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പരാമർശം നടത്തിയ ഗുജറാത്തിലെ ബനസ്കന്ത ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേടിയത് അട്ടിമറി ജയം. പാർട്ടി സ്ഥാനാർത്ഥി ജനിബൻ നഗാജി താക്കൂർ 30,406 വോട്ടിനാണ് ബിജെപിയുടെ രേഖാബെൻ ചൗധരിയെ ഇവിടെ പരാജയപ്പെടുത്തിയത്. ഒരു ദശാബ്ദത്തിനു ശേഷമാണ് ഗുജറാത്തിലെ ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് വിജയം നേടുന്നത്. ഇതോടെ 2014, 2019 തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി നടത്തിയ ക്ലീൻ സ്വീപ്പ് ഇത്തവണ ആവർത്തിക്കാനുമായില്ല. ബിജെപിയുടെ കോട്ടയായി അറിയപ്പെടുന്ന മണ്ഡലമായിരുന്നു ബനസ്കന്ത. 2019 3,68,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബിജെപി സ്ഥാനാർത്ഥി പർബൻ ഭായ് പട്ടേൽ ഇവിടെ നിന്ന് ജയിച്ചിരുന്നത്. താക്കൂർ സമുദായത്തിന്റെ പിന്തുണ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ നിർണായകമായി. ആകെ പോൾ ചെയ്ത വോട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 6,71,883 വോട്ട് കിട്ടി. 6,41,427 വോട്ട് മാത്രമാണ് ബിജെപിക്ക് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബനസ്കന്ത മണ്ഡലത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ പോത്ത് പരാമർശം നടത്തിയത്. വിവാദമായ അനന്തരാവകാശ നികുതിയുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിലേറിയാൽ അവർ നിങ്ങളുടെ പോത്തിനെ വരെ മോഷ്ടിക്കുമെന്നായിരുന്നു മോദിയുടെ പ്രസ്താവന. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ നിങ്ങളുടെ പക്കലുള്ള 2 പോത്തുകളിൽ ഒന്നിനെ അവർ കട്ടെടുത്തുകൊണ്ടുപോകും. കോൺഗ്രസ് നിങ്ങളുടെ ഭൂമി തട്ടിപ്പറിക്കും, നിങ്ങളുടെ സ്വർണവും താലിമാലയും കവരും. ഇതവരുടെ പ്രകടന പത്രികയിൽ പോലുമുണ്ട്. ഇതായിരുന്നു മെയ് 1 നടത്തിയ പ്രസംഗത്തിൽ മോദി പറഞ്ഞത്. ക്ഷീരകർഷകർ ഏറെയുള്ള സ്ഥലമാണ് വടക്കൻ ഗുജറാത്തിലെ ബനസ്കന്ത. താക്കൂർ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം പേരും ഡയറി ഫാമിംഗുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. സമുദായത്തിനകത്ത് ജനിബൻ താക്കൂറിനുള്ള സ്വാധീനവും ഗ്രാമീണ മേഖലയിൽ ബിജെപിക്കെതിരെ നിലനിൽക്കുന്ന കർഷക രോക്ഷവുമാണ് വിധിയിൽ പ്രതിഫലിച്ചത്. താക്കൂർ സമുദായത്തിൽ നിന്ന് ആദ്യമായി പാർലമെന്റിൽ എത്തുന്ന വനിതയാണ് ജനീബൻ. എന്നിൽ വിശ്വാസമർപ്പിച്ച ബനസ്കന്തയിലെ ജനങ്ങൾക്ക് നന്ദി. ബിജെപിയുടെ പണത്തെയും മസിൽ പവറിനെയുമാണ് പരാജയപ്പെടുത്തിയത്. ബനസ്കന്ത ഡയറി, ബനസ്കന്ത ജില്ലാ സഹകരണ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളെ ദുരുപയോഗിച്ചതിന് പ്രധാനമന്ത്രിയുടെ തട്ടകത്തിൽ ആനന്ദ്, പാട്ടൻ തുടങ്ങിയ മണ്ഡലങ്ങളിലൊഴികെ എല്ലായിടത്തും ബിജെപി ഏകപക്ഷീയമായ വിജയം കണ്ടു. ക്ഷത്രിയ രോക്ഷം കണ്ട രാജ്കോട്ട് സീറ്റിൽ കേന്ദ്രമന്ത്രി പർഷോത്തം റുപാല 4.8 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ഇന്ത്യ മുന്നണിക്കെതിരെ ഇതുപോലെ മോദി വിദ്വേഷം പ്രസംഗിച്ച രാജസ്ഥാനിലെ സിറ്റിംഗ് സീറ്റായ ബൻസ്വാരയിലും ബിജെപി തോറ്റിരുന്നു. അവിടെ ബിജെപി നേതാവ് മഹേന്ദ്രജിത് സിംഗ് മാളവിയെ പ്രാദേശിക പാർട്ടിയായ ഭാരത് ആദിവാസി പാർട്ടിയുടെ യുവനേതാവ് രാജ്കുമാർ റാവത്താണ് തറ പറ്റിച്ചിരിക്കുന്നത്. അതും 2.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ രാജ്കുമാറിനെ പിന്തുണയ്ക്കുകയായിരുന്നു ഇവിടെ കോൺഗ്രസ്. ഫെബ്രുവരിയിൽ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് മറുകണ്ഠം ചാടിയയാളാണ് മഹേന്ദ്രജിത് സിംഗ് മാളവ്യ. ബൻസ്വാരയിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബിജെപിയുടെ താരപ്രചാരകർ അദ്ദേഹത്തിന്റെ പ്രചാരണത്തിനും എത്തിയിരുന്നു. ഇന്ത്യ മുന്നണി ഹിന്ദുക്കളുടെ സ്വത്തുക്കളെല്ലാം മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിദ്വേഷ പ്രസംഗം നടത്തിയത് ബൻസ്വാരയിലായിരുന്നു. കുട്ടികളെ പെറ്റുകൂട്ടുന്നവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ പിടിച്ചു പറിച്ചു കൊടുക്കുമെന്നായിരുന്നു ഇന്ത്യ മുന്നണിക്കെതിരെ മോദിയുടെ ആരോപണം. സ്ത്രീകളുടെ താലിമാല മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും രാജ്യത്തെ സമ്പത്തിന്റെ ആദ്യാവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചിരുന്നതായുള്ള കള്ളത്തരങ്ങളും വിദ്വേഷവുമെല്ലാം കൂട്ടിക്കുഴച്ചായിരുന്നു ഇവിടെ മോദിയുടെ വിവാദ പ്രസംഗം. എന്നിട്ടും അന്തിമ ഫലം വരുമ്പോൾ വൻപൻ തോൽവിയാണ് ബിജെപി സ്ഥാനാർത്ഥി മഹേന്ദ്രജിത്ത് ഇവിടെ ഏറ്റുവാങ്ങിയത്. 2014 91,916 വോട്ടിന്റെയും 2019 3.05 ലക്ഷത്തിന്റെയും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബിജെപി സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലം കൂടിയായിരുന്നു ബൻസ്വാര.